കുടിവെള്ള വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാണിക്കുന്നുവെന്ന LDFന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ യഥാസമയം നടപ്പാക്കുമെന്നും ഭരണസമിതി പറഞ്ഞു. അതിരൂക്ഷമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന കാലടി പഞ്ചായത്തിൽ 45ഓളം കോളനികളിൽ കുടുംബങ്ങൾ കഴിയുന്നത് കുടിവെള്ളം കിട്ടാതെയെന്ന LDF നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു പറഞ്ഞു. ഇന്നലെ CPMന്റെ നേതൃത്വത്തിൽ 16-ാം തീയതി ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടായി. കുടിവെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 30-ാം തീയതി തന്നെ അടിയന്തര യോഗം കൂടി, അല്ല 8-ാം തീയതി അടിയന്തര യോഗം കൂടി. അതിൽ നമ്മൾ ജില്ലാ കളക്ടർക്ക് അനുമതി കൊടുത്തു. അതേപോലെ തന്നെ 12-ാം തീയതി നമുക്ക് അനുമതി ലഭിച്ചു. പത്രപരസ്യം നടത്തി. അതിനൊരു ടെൻഡറായി, 19-ാം തീയതി ടെൻഡറായി. അപ്പോൾ എല്ലാ കാര്യവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. സത്യത്തിലൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവർ ഒരു CPMന്റെ ഒരു കാട്ടിക്കൂട്ടൽ. ഇത് തികച്ചും രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നും 19ലേക്ക് ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ആരോപണമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കുടിവെള്ള വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാണിക്കുന്നു എന്ന ഒരു കെട്ടിച്ചമച്ച ഒരു കഥയുണ്ടാക്കി ഒരു മാർച്ച് നടത്തുകയുണ്ടായി. സത്യത്തിൽ കാലടിയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, അല്ലെങ്കിൽ കാലടിയിലെ ജനങ്ങളെ മുന്നിൽ യാഥാർത്ഥ്യം മറച്ചു പിടിക്കുന്ന ഒരു കഥയെ മെനഞ്ഞിട്ടാണ് CPM മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ തന്നെ കഴിഞ്ഞ 2 വർഷവും വളരെ ക്രിയാത്മകമായി ഇടപെട്ട ഒരു ഭരണസമിതിയാണ് കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. നമുക്ക് 30/3 ഒരു പൊതു മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പോലും ഈ ഇടതുപക്ഷത്തിന്റെ ഒരു മെമ്പർമാരും കുടിവെള്ളപക്ഷമുണ്ടെന്നോ കുടിവെള്ളപക്ഷം രൂക്ഷമാണെന്നോ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും പ്രസിഡന്റ് KG ബാബു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം K തിരുത്തി, റംസീന ഷാനൂബ് എന്നിവർ ആരോപിച്ചു. NCV ന്യൂസ്, തവനൂർ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.